സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയെ കണ്ട കൺമണി മാനസ ഓരോന്ന് പറഞ്ഞ് അപമാനിച്ചിട്ടും തിരിച്ചൊന്നും പറയാതെ കൃഷ്ണനെ വിട്ട് പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഒന്നും പറയാനിഞ്ഞിട്ടല്ല പറയാതിരിക്കുന്നത്, പകരം സാഗറിന് ഒരു അപമാനം താനായിട്ട് വരുത്തി വെക്കേണ്ടായെന്നും ആ വലിയ മനുഷ്യന് അതിന്റെ പേരിൽ ഒരു മോശം ഇവരുടെ മുന്നിൽ വരണ്ടായെന്നും അയാളുടെ വാക്ക് താനായിട്ട് തെറ്റിക്കേണ്ട എന്ന് വിചാരിച്ചുമാണ് കേട്ടോ അയാൾ പോകുന്നത്. കൃഷി ഇത്ര നേരം പറഞ്ഞത് അവൾക്ക് മനസ്സിലാകിഞ്ഞിട്ടോ കൃഷ്ണനെ വിട്ടുകൊടുക്കാൻ മനസ്സിൽ ഇഷ്ടമുണ്ടായിട്ടോ മാനസയുടെ ഉള്ളിൽ അറിയാഞ്ഞിട്ടല്ല കൺമണി പോകുന്നത്. എന്നായാലും ആർക്കും മുന്നിലും അവൾ തോറ്റിട്ടില്ല. താൻ നല്ല അന്തസ്സോടെ തന്നെ തല ഉയർത്തിയാണ് പോകുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കൺമണി. പിന്നീട് കൃഷി കൺമണി എന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാനായിട്ട് കൺമണി നിൽക്കുന്നില്ല. അതിനുശേഷം ദൂരെ മാറി നിന്ന് തന്റെ വിധിയോർത്ത് കൺമണി പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അതിനുശേഷം മാനസ മറ്റുള്ളവർക്ക് മുന്നിൽ കൺമണി ചെയ്തത് ഒന്നുമല്ല, താനാണ് വലിയ കേമി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊക്കിവിടാൻ ആളുണ്ടെങ്കിൽ ആർക്കും വലിയവളാകാം എന്നൊക്കെ പറയുന്നുണ്ട്. മാനസയുടെ അമ്മയാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നല്ല അടി കൊടുത്തു വിടണം എന്നൊക്കെ പറയുന്നുണ്ട്. സാഗറിനെ രക്ഷിക്കാൻ കൺമണി ഒരു നിമിത്തമായതുകൊണ്ട് അവളോട് സ്നേഹമല്ല, മറിച്ച് തങ്ങൾക്ക് കിട്ടിയിടേണ്ട സൗഭാഗ്യം വേറൊരുവൾ അടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിച്ച് അവളോട് പകയാണ് കേട്ടോ തോന്നുന്നത്. കൺമണിയാണെങ്കിൽ കൃഷ്ണനോട് കൂടുതൽ അടുപ്പം കാട്ടുകയാണെന്നും സാഗർ പറഞ്ഞിട്ടും അവൾ അതൊന്നും കണക്കാക്കുന്നില്ല. സാഗറിന്റെ വാക്കുകൾക്ക് അവൾ വിലയൊന്നും കൽപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെ സാഗറിനോട് പറയാമെന്ന് ആന്റിയമ്മ പറയുമ്പോൾ ഈ സന്ദർഭത്തിൽ തന്നെ വേണോ ചേച്ചിയമ്മ ഇതൊക്കെ പറയാനെന്ന് സുജി ചോദിക്കുകയാണ്. എന്താ സംശയം? ഈ സന്ദർഭത്തിൽ തന്നെ വേണം അത് പറയാൻ. അവൻ അറിയട്ടേന്നേ അവളുടെ നന്ദികേട്. എന്റെ മോള് മാനസ ഇതൊക്കെ കണ്ട് എന്തുമാത്രം വിഷമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആന്റിയമ്മ. അവൾ ആരാ ഇവിടുത്തെ എന്നൊക്കെ മാനസ ചോദിക്കുമ്പോൾ അവൾ ആരാണെന്ന് അറിയില്ലേ എന്ന് പറയാണ് കേട്ടോ കൃഷ്ണ. ഇത് കേട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം സാഗറിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ് സുജാതയും ആന്റിയമ്മയും. ആ സമയം ഞാൻ മാനസയ്ക്ക് കൊടുത്ത വാക്കില്ലായിരുന്നുവെങ്കിൽ കൃഷ്ണനെയും കൺമണിയെയും ചേർത്ത് വെച്ചേനെ. എന്ത് ചെയ്യാനാ, നമുക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായി പോയി. എത്ര പ്രാവശ്യം നമ്മൾ അവളെ അപമാനിച്ചു, എന്നിട്ടും അതൊന്നും കണക്കാക്കാതെ അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ. ശരിക്കും അവളാണ് പെണ്ണ്, നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരേണ്ടവളാണ് അവളെന്നൊക്കെ പറയുന്നുണ്ട് സാഗർ. ഇത് കേട്ട് സുജാതയ്ക്കും ആന്റിയമ്മയ്ക്കും ഇഷ്ടാവുന്നില്ല. ആ സമയം സങ്കടത്തോടെ അവിടെ നിൽക്കുകയാണ് കേട്ടോ കൺമണി. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്